വിശിഷ്ടദേഹം. അതായത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ട്രീസാമ്മ, സിസ്റ്റർ ട്രീസ പാലക്കൽ, ഡോക്ടർ സിസ്റ്റർ ട്രീസ പാലക്കൽ 2000 ആരംഭിച്ചു. 2009 കൂടാലിയിൽ ഒരു ബ്രാഞ്ചായി, 2015 ഇരിട്ടിയിലായി, 2023 കർണാടകയിലുള്ള നെല്ലിയാടിയിലായി. 4 ബ്രാഞ്ചസ് ഉണ്ട് ഹൃദയാരാമന്. അതിന്റെ എല്ലാം തുടക്കക്കാരിയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ട്രീസാമ്മ. 2 വർഷം മുമ്പ് ഞങ്ങൾ ട്രീസാമ്മിനെ പ്രൊവിൻഷ്യലാക്കി. ഇപ്പൊ പേരാവൂരുള്ള പ്രൊവിൻഷ്യൽ ഹൗസിലാണ്, തലശ്ശേരി രൂപതയിൽ. ഓക്കെ, അപ്പോ ഈ അമ്മ ഇപ്പൊ നിങ്ങളോട് സംസാരിക്കാൻ പോവുക അല്ലെ. അതിന്റെ ക്ലാസ് എടുത്തപ്പോ ഉള്ള കൈയ്യടിക്കൊരു താളം ഞാനിങ്ങനെ മനസ്സിലോർത്തപ്പോ പിന്നെ അതുപോലെ ട്രീസാമ്മനെ വെൽക്കം ചെയ്യണം അല്ലെ. അപ്പൊ നമുക്കൊരു കൈയ്യടി ആകാമെന്ന് ഞാനൊക്കെ വിചാരിച്ചു. അപ്പോ അങ്ങനെയാണ് നമുക്ക് കൈയ്യടിച്ചൂടെ അല്ലെങ്കിൽ? ഓക്കെ, നമ്മുടെ റിയൽ സാറ് കൈയ്യടിക്കാൻ വിദഗ്ധനാണെന്നാ പറയുന്നത് കേൾക്കുന്നത്. നമുക്ക് നോക്കാം ശരിയാണെന്നല്ലേ. അപ്പൊ നമുക്ക് കൈയ്യടിച്ചാലോ? ഓക്കെ, ഒന്ന് 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 രണ്ട്. ആ രണ്ടത്തോടെ കൈയടിക്കരുത്. ഒന്നുകൂടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചോ. ഇനി ഈ ചങ്ങാതി എന്ന ടോപ്പിക്കാൻ നോക്കിയാലും ഞാൻ സമ്മതിക്കൂല. രണ്ടെന്ന് പറഞ്ഞാൽ ഒന്നാം ഞാൻ കൈയടിക്കൂല. റെഡിയാണോ? ഓക്കെ, ഒന്ന് 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 രണ്ട്. കയ്യടിയുടെ ശബ്ദമൊക്കെ പറയാൻ തുടങ്ങി. നമ്മുടെ ആളുകൾ ഇങ്ങനെയാണ്. ഒരു കാര്യത്തിന് മനസ്സുറപ്പിച്ച് ഇറങ്ങി തിരിച്ചാലുണ്ടല്ലോ, പിന്നെ ആരെ വിചാരിച്ചാലും തോപ്പിക്കാൻ പറ്റില്ല. ഒന്ന് നോക്കാം. ഒന്ന് ഒന്ന് രണ്ട്. അയ്യോ, ആ ഓളത്തിൽ നിന്ന് വിട്ടുപോയോ? ഒന്ന് നോക്കാം. ഒന്ന് 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 രണ്ട്. സിസ്റ്റർ നോക്കിയേ, എന്നാ ഒരു സയൻസ് നോക്കിയാലേ. അപ്പൊ ഇവർക്ക് കൊണ്ട് നല്ലൊരു കൈ നീ കൊടുക്കണ്ടേ? അപ്പൊ എല്ലാവരും നീ കൊണ്ട് കൈ എടുത്തേ. സൂപ്പർ. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. എല്ലാവരും ഒരുമിച്ചായിരിക്കുന്ന ഈ സമയത്ത് നമുക്കൊരു പാട്ട് പാടിയിട്ട് തുടങ്ങാം. അതല്ലേ എൻ്റെ ഒരു രസം അല്ലേ? നമ്മളിങ്ങനെ വീട്ടിൽ ഒരുപാട് ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ട് വന്നിരിക്കുന്നത് ഒരു പാട്ടൊക്കെ പാടിയിട്ട് സന്തോഷിച്ചോളാൻ വേണ്ടി അല്ലേ? തുടങ്ങാം. അപ്പൊ സിസ്റ്റേഴ്സ് നമുക്കൊരു പാട്ട് പാടാം. എല്ലാവരും നിങ്ങൾ കൂടെ കൂടണം പാടാൻ. റെഡിയാണോ? റെഡി? ആ, ഈ പാട്ട് വേറെ പാട്ടുകാരൊക്കെ സാമ്യം തോന്നും. അത് നമ്മൾ സിനിമയിലൊക്കെ ഫ്രണ്ടിൽ കാണിക്കൂലേ, യാദൃച്ഛികം മാത്രം. ഓക്കെ. ചേച്ചി ഞാനും വരാം നിലമ്പൂർ കൂട്ടം കാണാൻ. ചേച്ചി ഞാനും വരാം നിലമ്പൂർ കൂട്ടം കാണാൻ. മുഴു നീയും പോരെ നിലമ്പൂർ കൂട്ടം കൂടാൻ. നീയും പോരെ നിലമ്പൂർ കൂട്ടം കൂടാൻ. ഇപ്പൊ പാട്ട് മനസ്സിലായേ? ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കൂടെ പാടണം, കൈയടിക്കണം. കൈയടിച്ചുകൊണ്ട് താളത്തില്. റെഡിയാണോ? പാടാം, എല്ലാവരും പാടാം അല്ലേ? ഓക്കെ, ആ പിള്ളേരൊക്കെ ആണെങ്കിൽ തുള്ളാൻ റെഡിയായിട്ട് കൈയൊക്കെ അടിച്ചത് അല്ലേ? വെരി ഗുഡ്. ചേച്ചി ഞാനും വരാം നിലമ്പൂർ കൂട്ടം കാണാൻ. ഞാനും വരാം നിലമ്പൂർ കൂട്ടം കാണാൻ. മുഴു നീയും പോരെ നിലമ്പൂർ കൂട്ടം കൂടാൻ. നീയും പോരെ നിലമ്പൂർ കൂട്ടം കൂടാൻ. കൂട്ടത്തിൽ എനിക്കൊന്ന് കാണണം ചേച്ചി, കൂട്ടത്തിൽ എനിക്കൊന്ന് കൂടണം ചേച്ചി. എനിക്കൊന്ന് കാണണം ചേച്ചി, കൂട്ടത്തിൽ എനിക്കൊന്ന് കൂടണം ചേച്ചി. ചേച്ചി ഞാനും വരാം നിലമ്പൂർ കൂട്ടം കാണാൻ. ഞാനും വരാം നിലമ്പൂർ കൂട്ടം കാണാൻ. വാസന വേണം കേട്ടോ. കൂട്ടത്തിൽ എനിക്കൊന്ന് കാണണം ചേച്ചി, കൂട്ടത്തിൽ എനിക്കൊന്ന് കൂടണം ചേച്ചി. ചേച്ചി ഞാനും വരാം നിലമ്പൂർ കൂട്ടം കൂടാൻ. ഒന്നുകൂടെ ചേച്ചി ഞാനും വരാം
കൂട്ടം കൂടാൻ. പറ്റില്ലല്ലോ. പറ്റുമോ? ഇവിടെ നടാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇത് നടാൻ പറ്റുന്നിടത്ത് സ്ഥലം കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ ഒരു കാര്യമുണ്ടല്ലേ, ജീവിതത്തിന് ചില കാര്യങ്ങൾ എവിടെ നടണം, എങ്ങനെ നടണം, എത്ര കൃത്യമായിട്ട് സാർ പറഞ്ഞു തന്നല്ലേ. കുഴി കുഴിക്കണം, കുഴിക്കകത്ത് കുഴി കുഴിക്കണം, അതിനകത്ത് പിന്നെ കരിയിലിടണം, അതിനകത്ത് പിന്നെ വെള്ളം കുഴിക്കണം. അപ്പൊ അന്നേരം സാറ് പറഞ്ഞില്ല അത് എവിടെ നടണമെന്ന് പറഞ്ഞില്ല. പറഞ്ഞു സാറേ എനിക്ക് വിട്ടുപോയി. എവിടെ നടണമെന്ന് പറഞ്ഞില്ല. അപ്പൊ ഞാനിത് കൈപിടിച്ചിരിക്കുക, ഇതെവിടെയാ നടണ്ടേ, ഇതെവിടെയാ നടണ്ടേ, ഇത് നടന്നത് നടന്നപ്പെടണം അല്ലേ? ശരിയല്ലേ? അപ്പൊ എൻ്റെ മക്കളെ, നിങ്ങളെല്ലാം എന്നോട് മരീന സിസ്റ്റർ പറഞ്ഞത് മാത്രമല്ല, ഞാൻ കണ്ടു ബോധ്യപ്പെട്ടതാണ്, നമ്മൾ കൂട്ടുകൂടി അറിഞ്ഞതാ അല്ലേ? അപ്പോ അതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് ചേരുമ്പോ സാറ് മരം നടണമെന്ന് പറഞ്ഞു. മരം എത്ര നട്ടാലും, മരം എത്ര ഓക്സിജൻ തന്നാലും സാറേ വീട്ടില് ഓക്സിജൻ ഉണ്ടായില്ലെങ്കിലില്ലേ പുറത്തിറങ്ങിയിട്ട് അത് ശ്വസിക്കൂല, അതിനകത്തിരുന്ന് ശ്വാസം മുട്ടി വയ്ക്കും. അവരുടെ മോതായെല്ലാം ഇങ്ങനെ വീർത്തിരിക്കും. അവർ ചിലർ കട്ടിലേക്കൂല. ഓക്സിജൻ കിട്ടണമെങ്കിൽ ജനലൊന്നും തുറക്കണ്ടേ, തുറക്കൂല. അപ്പോഴില്ലേ മനെ ഉണ്ടാക്കി ഇവിടെ വരെ വരാമോ സിസ്റ്റർ? കൂടെ വരില്ല. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും പിള്ളേർ സിസ്റ്റർ കൂടി ഇവിടെ വരാൻ വരുമോ? ആ മിടുക്കൻ. അങ്ങനെ പേര് പറയണ്ട. ആര്യൻ. എങ്ങനെയാ മമ്മ വിളിക്കുന്നേ? വിളിക്കുന്നേ റെന്യൂ. ആ റെന്യൂ ആര്യ, രണ്ട് മക്കളെന്റെ അപ്പുറത്തുണ്ട്. ഞാനിവിടെ വന്ന ഈ ഹാളിൽ വരുമ്പോഴേ ഈ ആര്യന്റെ ഇരിപ്പ് കണ്ടപ്പോൾ ഒരു കൊച്ചിനെ ഓർമ്മ വന്നു. ഇവനെപ്പോലെ തന്നെയാണ്, മണ്ണും പൊക്കവും മുടിയും ഏതാണ്ട് മുഖം തന്നെയാണ്. ഞാനിങ്ങനെ നോക്കിയേ. എത്ര വയസ്സുണ്ട് മോനെ? 9. മറ്റേ കൊച്ചിന് 2 വയസ്സ് പോലെ കൂടുതലുണ്ട്. 11 വയസ്സ്. ഒരു കൊച്ചിനെ എവിടെ കൊണ്ടുവന്നേ? അപ്പോ ഈ കൊച്ചിനെ ഇവനെപ്പോലെ മാന്യനായിട്ടൊന്നുമല്ല ഇരിക്കുന്നേ. ഭയങ്കരമല്ല, ഇരിക്കൂല, ഭയങ്കര ബഹളമാണ്. ഒരു ജാതി ഇടപെടലൊക്കെ കാണിച്ചു കിട്ടും. അപ്പനും അമ്മയ്ക്കും വയ്യ അവനെ കൺട്രോൾ ചെയ്യാൻ. കൊണ്ടുവന്നതാ. കൊണ്ടുപോകുന്നോട്ട് വിളിക്കണേ സിസ്റ്ററിന് തന്നെ എനിക്ക് പേടിയായിട്ടാണ്. അപ്പോഴേ ഈ കൊച്ചിൻ്റെ അച്ഛൻ ഭയങ്കര ബിസിനസ്സുകാരനാണ്. അമ്മ മസ്കറ്റിൽ ജോലിയാണ്, നേഴ്സാണ്. അപ്പം എൻ്റെ വെല്ലുമിച്ചാണ് വളർക്കണേ. അപ്പോൾ ഈ കൊച്ചിന് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയും, അതാണ് പ്രതിസന്ധി. അപ്പോൾ അന്നേരം ഞാൻ എന്ത് ചെയ്തു, ഇവൻ്റെ കയ്യിൽ ഒരു കൃഷ്ണ കടലാസ് എടുത്തു കൊടുത്തു, ഒരു പേനയും കൊടുത്തു. ഞാൻ കൂട്ടുവരുന്നു. എന്നിട്ട് ഞാൻ ഇവനെ കൊണ്ട് എഴുതിപ്പിക്കുക, മോനെ നിന്റെ മമ്മി നിനക്ക് വേണ്ടി എന്ത് ചെയ്ത് തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് എഴുതാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ എഴുതാൻ തുടങ്ങി. ഞാൻ പിന്നെ കുറച്ച് പറഞ്ഞു കൂട്ടുകൂടി ഇരുന്നെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് കുറേ കാര്യങ്ങളാണ് എഴുതി. എന്നെ വിസ്മയിപ്പിച്ചു. എൻ്റെ അമ്മേ, ആര്യൻ്റെ ഒക്കെ മനസ്സിലിപ്പോൾ എന്തുണ്ടെന്ന് നിങ്ങളുടെ വിചാരം ഇരിക്കുന്നറിയാമോ? ഈ മയക്കങ്ങോട്ട് കൈലോട്ട് കൊടുത്താൽ നമ്മളെല്ലാം നമ്മുടെ ഉമ്മയുടെ പഠിപ്പിച്ചിട്ടേ പോകുള്ളൂ. അത്ര വലിയ പയ്യനാണ് ഇങ്ങനെ. അപ്പോൾ അവൻ എഴുതാൻ തുടങ്ങി. അവൻ എഴുതിയത് കടലാസ് എടുത്തിട്ട് അതിൻ്റെ സമ്മതി ഒരു കാവ്യരൂപത്തിലാക്കിയിട്ട് ഞാനത് റെക്കോർഡ് ചെയ്തിട്ട് അയച്ചു കൊടുത്തു. നല്ല മനം കുറിച്ചുകൊണ്ടോ നമുക്ക് ആവശ്യമുണ്ടാവുന്നതാണേ, കുഴപ്പമില്ലല്ലോ. നമുക്ക് പിന്നെ മയക്ക് തരാം, തേങ്ങയ്ക്ക് പകരം. അപ്പം അല്ലേ, അപ്പോൾ അങ്ങനെ എഴുതിയിട്ട് ഞാൻ അയച്ചു കൊടുത്തു. ആ കടലാസും അവിടെ എഴുതിയെടുത്തോളും കടലാസും ഞാൻ പാടിക്കൊടുത്ത കവിതയും കൂടി അയച്ച് മമ്മിക്ക് അയച്ചു കൊടുത്തു. മമ്മി അധികം വൈകാതെ ജോലി രാജിവെച്ച് വീട്ടിൽ വന്ന് കുഞ്ഞിൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങി. മറ്റുമാർ ഒരു മരുന്നോ ഒരു തെറപ്പിയോ ചെയ്തില്ല. കുടുംബം ഭദ്രമായി എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കുള്ള ക്രെഡിറ്റാണ്. നാട് വിട്ടു പോകാതെ മക്കളുടെ കൂടെ നിന്നിട്ട് അധ്വാനിക്കുന്ന നിങ്ങൾക്കുള്ള ക്രെഡിറ്റാണിത്. ആ കുഞ്ഞിനകത്ത് മതി, മമ്മി മതി വീട്ടില്, പപ്പ മതി വീട്ടില്, സ്നേഹം കിട്ടിയാൽ മതി, മമ്മിയും പപ്പായും ഒന്നിച്ച് സ്നേഹിച്ചാൽ മതി. ഇത്തരം കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഇനി കവിതയിലാണ് കേൾക്കണ്ടേ? അപ്പൊ നമ്മുടെ ആന്റണി സാർ മുമ്പേ കാര്യം
വരുമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ. അതുകൊണ്ട് നമ്മളിത് കഴിഞ്ഞ് പോകുമ്പോ നിങ്ങൾ എന്നെ ഒരു പേര് വിളിക്കുന്നില്ലേ, ആ പേര് മാറ്റാതെ എന്നെ തേങ്ങായി കൊണ്ട് വന്നേ. നമുക്കിത് സാറിനോടൊന്നും പറയണ്ട കേട്ടോ. ഇവർ ഇതുവരെ എന്നെ ഒരു പേര് വിളിച്ചോണ്ടിരുന്നു, ആ പേര് ഇന്ന് മുതൽ മാറി. അത് തന്നെ. അപ്പൊ അതുകൊണ്ട് ഇന്ന് മുതൽ തേങ്ങാ സിസ്റ്ററാകും. അവിടെ നേരത്തോട് പറയാം. അപ്പോഴില്ലേ ഈ പാട്ട് അതുപോലെ മറക്കാൻ പാടില്ല. അപ്പൊ ഇത് ശരിക്കും സൂക്തങ്ങളാണ്. ഒരു വീട്ടമ്മ, ഒരു വീട്ടപ്പൻ, ഒരപ്പനും അമ്മയും മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങള് ഇവനെ പോലെയുള്ള ഒരു കൊച്ചു കൃത്യമായി പഠിപ്പിച്ചതാണ് പാടാൻ പോകുന്നത്. അപ്പൊ ഞാൻ പാടുമ്പോഴേ നമ്മുടെ കുട്ടിപ്പെട്ട ആളെ കൂടെ നമ്മളെ കൂടെ കൂടും ഇടയ്ക്കിടയ്ക്ക്. നിങ്ങൾ പഠിക്കണം കേട്ടോ. കൂട്ടുകാരാകണം, കൂട്ടം കൂടണം. നല്ലൊരു കൂടിയില്ലേ, അതുപോലെ കൂട്ടം കൂടണം, കൂട്ടുകാരാകണം. കണ്ണൂരൊക്കെ കൂട്ടം കൂടുക എന്ന് പറഞ്ഞാല് ഒരു പ്രത്യേക അർത്ഥമുണ്ട്. എന്താ അർത്ഥം? വഴക്ക് കൂടുക. എന്ത് വീട്ടിൽ വഴക്ക് കൂടണമെന്നാ വെച്ച് പറയുന്നേ. എനിക്ക് വഴക്ക് കൂടാന്, അടിച്ചു കളിക്കാന്, എൻ്റെ ഒപ്പം ഇരിക്കാന് ആര് വേണം? മമ്മിയും പപ്പയും വേണം. കൂട്ടുകാരാകണം, കൂട്ടം കൂടണം. ഊട്ടിയുണർത്താനായി വരണം. ഇങ്ങനെ കളിപ്പിക്കാൻ വേണമെന്ന് മമ്മി വീട്ടില് മനസ്സിലായി.